ഇന്ന് വളരെ സന്തോഷവും സുന്ദരവുമായിട്ടുള്ളൊരു കാഴ്ചയോടുകൂടിയാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ദേ രാവിലത്തെ ആകാശം നോക്കിയേ, എത്ര നാൾക്ക് ശേഷം എന്നറിയാം ഇത്ര ക്ലിയർ ആയിട്ട് വരുന്നത് സൂര്യൻ്റെ ആ ഒരു ഇതും. എനിക്ക് അത് ഒത്തിരി നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. നമ്മുടെ തണുപ്പൊക്കെ മാറി അടുത്ത ഒരു സ്റ്റേജിലോട്ട് നമ്മുടെ പ്രകൃതി പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദേ ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന മരം, പക്ഷികൾ വരക്കുന്നു, എന്ത് ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അതേ കിച്ചണിലേക്ക് വന്നു. അങ്ങോട്ട് സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ ഈ ഇഡ്ഡലിയുടെ മാവ് എപ്പോഴും സ്റ്റോക്കാണ്, തീരുമ്പോൾ ഉടനെ തന്നെ കുറച്ച് അരച്ച് വെക്കും. ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലും ആക്കാമല്ലോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കുറച്ച് നട്ട്സും കൂടെയാണ് അവൻ്റെ ടിഫിനിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവനെ കാണിച്ചു തരാം. അവിടുന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്ന് ഉറങ്ങുകയാണ്. ഞാൻ വിളിക്കുമ്പോഴൊന്നും ഒരു രക്ഷയില്ലെന്നേ, സുഖമായിട്ട് ഇരുന്നുറങ്ങുകയെന്നേ. അങ്കു എഴുന്നേക്ക്, എഴുന്നേക്ക്. ചില ദിവസം അവന് നല്ല ഉറക്കം തന്നെ. അവന് എക്സാം തുടങ്ങാറായി. നമ്മുടെ ടേം 2 എക്സാം ഉണ്ടല്ലോ, അതായത് ഫൈനൽ എക്സാം. അങ്ങനെ എങ്ങനെയെങ്കിലും ദേ റെഡിയാക്കി, മടിയോടുകൂടിയാണെങ്കിലും റെഡി ആയിട്ടോ. മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അന്തോസം അറിയാം. പിന്നെ ഏറ്റവും കോമഡി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, രാഖയ്ക്ക് പല്ലിയെ ഒത്തിരി പേടിയാട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു പല്ലിയെ ഞാൻ ഈ റൂമിൽ കണ്ടത് പറഞ്ഞുകൊണ്ട് രാഖയ്ക്ക് സമാധാനം ഇല്ലാന്നേ. മൊത്തത്തിൽ രാവിലെ ഇവിടെ കോമഡിയാ. രാവിലെ 7 മണിയായി, 10 ഡിഗ്രി. ആ പല്ലിയെ ഇനി ഓടിച്ച് വിടുന്ന വരെ രാഖയ്ക്ക് സമാധാനം കാണത്തില്ല കേട്ടോ. അങ്ങനെ അങ്കു സ്കൂളിൽ ഇറങ്ങിയതിന് ശേഷം എൻ്റെ രാഖയുടെ ചായ റെഡിയാക്കി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നില്ലേ, ദിവസം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നും എന്താണ് ഉണ്ടാക്കുന്നത്, എന്താണ് ടിഫിനിൽ കൊടുക്കേണ്ടത്, ഇതൊക്കെ തന്നെ നമ്മുടെയൊക്കെ തലയിൽ കൂടി ഇങ്ങനെ ഓടും കേട്ടോ. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരുടെ കാര്യവും കൂടെ ഞാനിങ്ങനെ ആലോചിക്കും. നമുക്കേ ഇത്ര ടെൻഷനാണെങ്കിൽ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ദേ നമ്മുടെ പുട്ടിൻ്റെ ഇപ്രാവശ്യത്തെ വാങ്ങിച്ച മാവ് നല്ല പഞ്ഞി പോലത്തെയാണ്. പുട്ടും കിട്ടുന്നത് മാവ് കുഴയ്ക്കുമ്പോഴും നമുക്ക്, അത് നനയ്ക്കുമ്പോഴും നമുക്ക് അറിയാവേ. നമ്മുടെ മെയ്ഡ് പോയതിന് ശേഷം നമ്മുടെ ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ച് ഇന്ന് പുട്ടും ചിക്കൻ കറി. പിന്നെ ഡിയസ്, നമ്മുടെ ഫാമിലിയോട് എനിക്ക് പറയേണ്ട ചില നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം പ്രാർത്ഥന വേണം. പുള്ളിക്കാരി കമൻറ്റ് വഴി നമ്മളെ അറിയിച്ചിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഭേദമായി വരട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. ദൈവം എന്തായാലും കൂടെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ ലഞ്ച് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പുട്ടായിരുന്നു ഒന്നും ഞാൻ പറഞ്ഞില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് ചിക്കൻ കറിയാണ്. അതൊരു പുതിയ സ്റ്റൈലിൽ വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം കൂടെ, അതായത് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി, സെപ്പറേറ്റ് ഇട്ട് വഴറ്റിയതാണ് കേട്ടോ. എന്നിട്ട് തക്കാളിയും പിന്നെ നമ്മുടെ പൊടികളെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് മിക്സിയിൽ അരച്ച് അതും ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഓരോ രീതിയിൽ വെക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറി അല്ല ഏത് കറിയാണെങ്കിലും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ ഒരു ടൈപ്പിൽ ഒന്ന് വെച്ച് നോക്കാം. അന്ന് കുറച്ച് കുറുകിയിരിക്കുകയും ചെയ്യും. അപ്പോൾ സംഭവം എല്ലാം നന്നായിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സിയിൽ തന്നെ കുറച്ച് ഗ്രേവിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. കാരണം നമ്മുടെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അങ്ങ് ലൂസായിപ്പോൾ കുറച്ചൊന്ന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കുറുക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒന്ന് തിളച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഓൾമോസ്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ ഒന്ന് കിടന്നൊന്ന് പിടിക്കണം. അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ഞാൻ ഇതിന് മുന്നേ വെച്ചിട്ട് എനിക്ക് സക്സസ് ആയത് കേട്ടോ. അപ്പോൾ അതേ 1 കിലോ ചിക്കൻ ഉണ്ട്, ബോൺലെസ് ആണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ലഞ്ചിനും ഡിന്നറിനും കൂടെ അങ്ങ് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഉച്ചയ്ക്ക് പുട്ടും അതുപോലെ തന്നെ രാത്രിയിൽ പൊറോട്ട ഇരിപ്പുണ്ട്, അതും കൂടെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ നന്നായിട്ട് ഒന്ന് പെരട്ടിയിട്ട് അടച്ച് ഒന്ന് തിളച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് മതിയല്ലോ. ബോൺലെസ്സും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം. അങ്ങനെ അത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഗ്രേവി നന്നായിട്ട് വന്നിട്ടുണ്ട്. പുട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. 2 കുറ്റി മതി കേട്ടോ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ. കാരണം ഒരുവിധം വലിയൊരു പുട്ടുകുറ്റിയാണ് ഞങ്ങളുടെ ഇരിക്കുന്നത്. ചാക്കയുടെ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ട്. എന്തോ സാധനം എന്താ ഇത്? ഇല്ല, മാറ്റത്തെ മനസ്സിലായി. ഇത് എവിടെ ഇടാനുള്ള മാറ്റാ? ആമസോണിൽ നിന്ന് രാഖ തന്നെ എന്തോ ഓർഡർ ചെയ്ത ഒരു മാറ്റ് പോലെ സാധനം വന്നിട്ടുണ്ട്. ഞാൻ പോലും അറിഞ്ഞില്ല എന്തോ. രാഖ മിക്കതും ഓർഡർ ചെയ്യുന്ന എന്തോന്ന് വന്ന് പൊട്ടിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടിട്ട് അത് നോർമൽ മാറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. യോഗ മാറ്റ് ഇവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് അത് ഓൾറെഡി അറിയാൻ രാഖയ്ക്ക്. അപ്പോൾ അതല്ല, ഇത് നല്ല കട്ടിയുണ്ട്. അതെ, എന്തായാലും നീത്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1 അല്ല 2 ആണ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും മാറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ബാത്റൂമിനകത്തോ? അകത്തോ?
തെന്നാതിരിക്കാനോ? അപ്പോൾ അത് ബാത്റൂമിനകത്ത് ഇടാനുള്ള മാറ്റാണ്. എന്തിനാണ് ബാത്റൂമിനകത്ത് മാറ്റ് ഇടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് വൈപ്പർ വെച്ച് വൈപ്പ് ചെയ്താൽ പോരെ? പ്ലാസ്റ്റിക് ആണിത്. അപ്പോൾ അതെ, ഇതാണ് സംഭവം. പോളിമറാണ്, പ്ലാസ്റ്റിക് പോലെ നമ്മൾ ഇരിക്കും. പക്ഷേ വ്യത്യാസമുണ്ട്. ബാത്റൂമിനകത്ത് അതായത് നമുക്ക് നിന്ന് കുളിക്കുമ്പോൾ തെന്നാതിരിക്കാൻ പറ്റുന്ന മാറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് ബാത്റൂമിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ രാക്കെ കുറേ ചിക്കൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ബോൺലെസ് ചിക്കനും കാലും ആണ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിന്ന് കറി വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയും. അപ്പോൾ ഡിന്നറിന് നമ്മളിന്ന് പൊറോട്ട ഇരിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെയല്ലേ നമ്മൾ വാങ്ങത്തുള്ളൂ. ശരിക്കും പൊറോട്ട ഞങ്ങൾക്ക് എല്ലാം ഒത്തിരി ഇഷ്ടമുള്ള സംഭവം കേട്ടോ. അത് ഇവിടെ അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഗോതമ്പിൻ്റെ അല്ലേ. അപ്പം നമ്മുടെ മലബാർ പൊറോട്ട എന്ന് പറയുന്നത് ഈ ചിക്കൻ കടയിൽ കിട്ടുവേ. അപ്പോൾ അത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്താൽ ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് അത് കല്ലിലിട്ടൊന്ന് ചൂടാക്കിയിട്ടേ നെയ്യൊക്കെ തേച്ചിട്ട് ഈ രീതിയിലൊന്ന് മുരിച്ചെടുത്താൽ മതി. പിന്നെ ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ കറിയും ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാടൊന്നും ഞങ്ങൾ കഴിക്കത്തില്ല. 1-2 വീതം എടുത്ത് കഴിക്കത്തേ ഉള്ളൂ. അവർക്ക് ഈ 2 എണ്ണം കൊടുത്തു. ഞാൻ ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് വയറ് ഫില്ലാവേ. കുറച്ച് ചിക്കൻ അധികം കഴിക്കും. കാരണം ചിക്കൻ്റെ 1 കിലോ ഞാനങ്ങ് വെച്ചേ. അപ്പോൾ ആ ഒരു കഷ്ണം നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയുമല്ലോ. അപ്പോൾ എൻ്റെ ഡിന്നർ ഇതാണ്, പൊറോട്ടയും ചിക്കൻ കറിയും. എപ്പോഴും നമ്മൾ നമ്മുടെ ഗ്രാമക്കാഴ്ചയല്ലേ. ഇന്ന് ഗുഡ്ഗാവ് സിറ്റിയിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ മലബാർ ഹോട്ടലിലാണ്. ബീഫ് പെപ്പർ ഡ്രൈ ഫ്രൈ, കോക്കനട്ട് ഡ്രൈ ഫ്രൈ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, അത് മലയാളിക്കടലിലല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ടൊമാറ്റോ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രീൻ പീസ് മസാല വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പൊറോട്ടയും. നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ അല്ല കേട്ടോ, കുറച്ച് മുന്നത്തെയാണ്. അപ്പം ഞാൻ ആ കാഴ്ചകളും വിശേഷങ്ങളും ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്കൂനൊരു കൊഞ്ച് റോസ്റ്റും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഈ പ്രോൺസ് ഒക്കെ ശരിക്കും നമ്മുടെ മലയാളി കടകളിലേ ഇവിടെ കിട്ടത്തുള്ളൂ. അല്ലാതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കറിയത്തില്ല. ഇവിടെ കൂടുതലും വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വ്ലോഗ് വെച്ചാൽ നമ്മൾ അമ്മ പോയതിന് ശേഷം പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ക്രൗൺ പ്ലാസയിൽ വന്ന് നിന്നൊക്കെ ഞാനൊരു വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു വിശേഷം കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ എത്തി ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു സിറ്റി കാഴ്ചയാണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമായിരുന്നു പാസ്പോർട്ട് ഓഫീസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് ജസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ പാൻറ്റലൂൺസിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, അങ്കുവിൻ്റെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് അങ്ങ് ചെറുതായിപ്പോവും. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ രാഖ റെഡി വൃത്തിയിടാ എന്ന് പറഞ്ഞിട്ട് രാഖയ്ക്ക് ഭയങ്കര വിഷമം. ആ കുട്ടി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ജീൻസ് ആയാലും എല്ലാം അങ്ങ് ആകുന്നത്. എനിക്കൊന്ന് കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അങ്ങനെ ആണല്ലോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറുമ്പോൾ അച്ഛനും മോനും കൂടെ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ മോളിൽ വന്ന് വലിയ തിരക്കില്ലാത്തൊരു മോള് നോക്കിയാണ് വന്നത് കേട്ടോ. കാരണം നമ്മൾ അവിടുത്തെ ഒരു പാൻറ്റലൂൺസിൽ ജസ്റ്റ് കയറാൻ വേണ്ടി തന്നെയാണ് വന്നത്. കാരണം പാൻറ്റലൂൺസിൽ നല്ല തുണി കിട്ടും. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഓഫർ കിട്ടുമ്പോൾ നമ്മൾ നല്ല ഓഫറിൽ കിട്ടും. അങ്കൂന് ശരിക്കും ഫുൾ കൈയുള്ള ടീഷർട്ട്സ് ഉണ്ടല്ലോ, അതും ജീൻസൊക്കെ വാങ്ങാനാണ് വന്നത്. അപ്പോൾ അവൻ്റെ ആ സെക്ഷനിലോട്ട് വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ലേഡീസ് സെക്ഷനിൽ നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയമായിരുന്നല്ലോ ഞങ്ങൾ പോയിരുന്നത്. കാരണം ഞങ്ങൾ അന്ന് പോയപ്പോൾ ശരിക്കും ഒരുവിധം തണുപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സുകളൊക്കെ കണ്ടോ നമ്മുടെ ലേഡീസിൻ്റെ അതിനൊക്കെ ശരിക്കും 50% ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഒന്നും ഓഫറോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവന് എന്തായാലും ജീൻസും അതൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്കും ഞാൻ 2 ഡ്രസ്സ് എടുത്തു, ഒരു ഫ്രോക്കും ഒരു ടോപ്പ് കേട്ടോ. ആ ഫ്രോക്ക് നല്ല രസമുണ്ട്, അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നോർമൽ ഒരു ടോപ്പും കൂടെ എടുത്തു. ഇതുവരെ ക്രിസ്മസ് കഴിഞ്ഞിട്ടില്ല ഇവിടെ. അടുത്ത വർഷത്തെ ക്രിസ്മസിന് വേണ്ടി വെച്ചേക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ അതേ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്കൂനും 3 പാൻറ്റും അവൻ്റെ കാര്യങ്ങളും വാങ്ങി. പിന്നെ എനിക്ക് വാങ്ങിയത് ഞാൻ പറഞ്ഞത് ഒരു ഫ്രോക്കും അതുപോലെ തന്നെ ഒരു ടോപ്പും കൂടെ വാങ്ങിച്ചു. ശരിക്കും 50% ഓഫിൽ തന്നെ കിട്ടി. നല്ല തുണിയായി ഇവരുടെ. ശരിക്കും നമ്മുടെ ലക്കാണ് ഓഫർ വഴി കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ. ശരിക്കും കുറേ തിരയണം കേട്ടോ. ഞാൻ കുറേ തിരഞ്ഞിട്ടാണ് എനിക്ക് ലക്കി കിട്ടിയത്. എനിക്ക് ഫ്രോക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മുടെ ചൂട് സമയത്ത് ഇടാൻ പറ്റത്തുള്ളൂ അത്. അതായത് നമ്മുടെ വിന്റേഴ്സിന് പറ്റുന്നതല്ല, സമ്മേഴ്സിന് പറ്റുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പറ്റുന്ന, നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പാൻറ്റലൂൺസ് അവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുവേ. സ്പൂൺ തരും, സൂപ്പറായിട്ടുണ്ട്. Thank you. Vanilla.
സിമ്പിൾ വാനില. തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ തന്നെ എത്തി കേട്ടോ, ക്രൗൺ പ്ലാസയിൽ. അപ്പോൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ബേക്കറി ഐറ്റം പോലുള്ള സെക്ഷനായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ അങ്ങ് നോക്കി വെച്ചിട്ട് നേരത്തെ ഇത് തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ച് കഴിക്കണം എന്ന് പറയും. കാരണം ഐസ്ക്രീമും കാര്യങ്ങളും കോഫി ടീ അതൊക്കെ കിട്ടുന്ന. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ ആദ്യം ഇവിടെ വന്നിരിക്കുക. നല്ല മണം ഇങ്ങോട്ട് കയറിയപ്പോൾ. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അങ്ങ് ഇവിടെ ഒന്ന് കറങ്ങിയായിരുന്നു. പക്ഷെ അപ്പോൾ അത്ര വിശപ്പുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ച് മലബാർ ഹോട്ടലിൽ അത് ഹെവി ആയിട്ട് കിടക്കുമായിരുന്നു. പിന്നെ തിരിച്ച് വന്നിട്ടാണ് ഐസ്ക്രീം വാങ്ങിച്ചു. അങ്കുവിൻ്റെ എന്തോ ബ്ലൂബെറി ഫ്ലേവർ, അവൻ ഇങ്ങനെയുള്ള ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാക്കേതേ ചായയുടെ കൂടെ തന്നെ അവർ എന്തോ കേക്കും ബനാന കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളും. ഈ ചെടി ഒറിജിനലാട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചു, പക്ഷേ പ്ലാസ്റ്റിക് അല്ല. പിന്നെ ഞാനൊരു വാനില ഐസ്ക്രീമാണ്, സിമ്പിൾ വാനില. എനിക്കെപ്പോഴും സിമ്പിൾ വാനില ഫ്ലേവർ തന്നെ ഇഷ്ടം. പിന്നെ ഒത്തിരി കുക്കീസും കാര്യങ്ങളും അതൊക്കെ തന്നെ ഒരു സ്നാക്ക് ടൈപ്പിലുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്, അതായത് അവരുടെ ഈ സെക്ഷനിൽ. പിന്നെ നമ്മുടെ മാക്രോൺസ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെ നോക്കി വെച്ചിരുന്നതാണ്. അങ്ങനെ നമ്മുടെ റൂമിലെത്തി സാധനങ്ങളൊക്കെ അതേ താത്ത് വെച്ചു. പിന്നെ റൂമിലും കുറച്ച് സാധനങ്ങളൊക്കെ അതേ ഇരിപ്പുണ്ട് കേട്ടോ, ലേസും നട്ട്സും ജ്യൂസുകളും. പക്ഷേ ഇതൊക്കെ ഇരട്ടി വില കൊടുക്കണം. ഒരു പ്രാവശ്യം ഞങ്ങൾ റിയലിൻ്റെ ഒരു ജ്യൂസ് 20 റുപ്പീസുള്ള നമ്മൾക്ക് പുറത്തുള്ള അതിന് 200 രൂപ നമുക്കിവിടെ കൊടുക്കേണ്ടി വന്നു, ഇതുപോലത്തെ ഒരു ഹോട്ടലിൽ. ഈ ഹോട്ടലിലല്ല. അപ്പോൾ ഇങ്ങനെ ഇവർ വെച്ചേക്കുന്നത് ശരിക്കും നല്ല കോസ്റ്റ്ലി കേട്ടോ. അപ്പോൾ അങ്കുവിനത് അറിയാം, കാരണം അത് ഒത്തിരി കൂടുതലല്ലേ. 20 രൂപയ്ക്ക് നമുക്ക് പുറത്ത് കിട്ടുന്നത് നമ്മൾ 200 രൂപ കൊടുക്കുക വെച്ചാൽ, ഇത് എക്സാമ്പിൾ പറഞ്ഞ് ഇതിനൊക്കെ ഇപ്പോൾ ഒത്തിരി, അതായത് എത്ര ടൈംസ് ഇരട്ടി അവർ വാങ്ങുന്നതെന്ന് അറിയാമോ. അപ്പോൾ അറിയാത്തവർ ഒന്ന് എടുത്ത് കഴിക്കുമ്പോൾ, പക്ഷെ ഞങ്ങൾക്ക് അന്ന് അറിയായിരുന്നു കേട്ടോ, കാരണം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ അറിയാത്തവർ ചിലപ്പോൾ എടുത്ത് കഴിക്കുമ്പോൾ ബില്ല് വരുമ്പോൾ നല്ല ഇത് വരുന്നില്ല, നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ അതേ കേർട്ടൻസ് കണ്ടോ, റിമോട്ട് കൺട്രോൾ വഴി ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. നമ്മൾ കിടന്നുകൊണ്ടൊക്കെ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റും. പിടിക്കൂ. എന്തായാലും സംഭവം കൊള്ളാം, നമ്മളെ മടി പിടിപ്പിക്കുന്ന ബെസ്റ്റ് സാധനം. ഒരുവിധം തണുപ്പുള്ള സമയത്താണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഹീറ്റിംഗ് സിസ്റ്റം നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും അതായത് തണുപ്പിന് വേണ്ടി ഒന്നും ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നോർമൽ നമ്മുടെ സമ്മേഴ്സിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിടപ്പോൾ തന്നെ എന്തൊരു ആശ്വാസമായിരുന്നെന്ന് അറിയാമോ. കാരണം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് മാറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയാമോ. അപ്പോൾ രാത്രിയിലത്തേക്ക് ഒരു പിസ്സ ഞങ്ങൾക്ക് അത് മതിയാവും, കാരണം ഒരുവിധം വയറൊക്കെ നിറഞ്ഞിരിക്കും. അങ്കുവിൻ്റെ നിർബന്ധത്തിന് ദേ വാങ്ങിയതാ പിസ്സ. സംഭവം ദേ ഒത്തിരി വലുതായിരുന്നു. ചിക്കൻ്റെ എന്തോ ഒരു പിസ്സയാണ്. ഓരോ പീസ് അതും കഴിച്ചിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കത്ര വിശപ്പുണ്ടായിരുന്നില്ല, എനിക്കെന്തോ നല്ല സുഖം ഉണ്ടായിരുന്നില്ല എന്ന്. പിറ്റേ ദിവസം നമുക്കവിടെ പോവുകയും വേണമല്ലോ പാസ്പോർട്ട് ഓഫീസിൽ. അപ്പോൾ എന്തായാലും ദേ അങ്കുവിനങ്ങ് കഴിക്കണം. ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് ആയ അവന്. അപ്പോൾ എന്തായാലും അവൻ കഴിക്കട്ടെ. അതേ എൻ്റെ സാമഗ്രികൾ അറിയാമല്ലോ, ഒറിഗാനോയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും സോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഓരോന്നായിട്ട് ദേ കഴിച്ച് തുടങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ. അപ്പോൾ നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ 8:45 അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതിന് മുന്നേ എത്തണം. അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണെന്ന് അറിയാമല്ലോ. എഴുന്നേറ്റ് ഇതേ തലയൊക്കെ കുളിച്ച് ഒന്ന് ഉണങ്ങാൻ വേണ്ടി നിൽക്കുക. അവിടെ ഡ്രയർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഡ്രയർ ഇങ്ങനെ അടിച്ചാൽ തല വേദനിക്കും. അപ്പോൾ ഞാൻ അല്ലാതെ തന്നെ അങ്ങ് ഉണക്കാനായിട്ട് നടക്കുകയാണ്. അവരും റെഡിയാവുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അലങ്കോലമായി റൂമൊക്കെ. ഈ വന്നിട്ട് റെഡിയാക്കി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണല്ലോ. അപ്പോൾ അതേ രാവിലത്തെ ഒരു കാഴ്ചയാണ്. മിസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ അകത്തെ ആ ചൂടും പുറത്തെ ആ തണുപ്പും അതെല്ലാം കൂടെ ആയിട്ട് ആകെ ഒരു മിസ്റ്റാണ്. ഇന്നേരം നമ്മുടെ പാസ്പോർട്ട് ഓഫീസിലോട്ട് പോകണമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ബാക്കിലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകുന്നൊരു ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് എത്തി. എയർടെല്ലിൻ്റെ ഒരു ബിൽഡിങ് കണ്ടോ, വലിയ ബിൽഡിങ് ഇവിടെ ഗുഡ്ഗാവിലുള്ള. എനിക്ക് തോന്നുന്നു അവരുടെ ഹെഡ് ഓഫീസ് തന്നെയാണ്. അത്രയ്ക്ക് വലിയ എയർടെല്ലിൻ്റെ മാത്രമാണ് കേട്ടോ ഇത്. കളറൊക്കെ കണ്ടോ, അവരുടെ സെയിം കളറല്ലേ. ഇതേ നമ്മൾ അതിനടുത്തെത്തി. നമ്മൾ നിന്നതിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ബാക്കിലാണ് ഈ എയർടെൽ ഓഫീസും, അതിൻ്റെ കൂടെ ചേർന്നാണ് പാസ്പോർട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ. 8 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തി. കുതിര എടുക്കാനുള്ള ജനം എന്ന് കേട്ടിട്ടുണ്ടോ, അത്രത്തോളം ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തുറന്നിട്ടില്ലായിരുന്നു അവർ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം അനുസരിച്ച് നമ്മളെ കയറ്റത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 8:45 ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇപ്പോൾ കയറ്റി. ഞങ്ങൾ വന്ന ഉടനെ തന്നെ നമ്മളെ സെക്യൂരിറ്റിയിൽ അത് കാണിച്ചപ്പോൾ അകത്തോട്ട് കയറ്റി. അങ്ങനെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കോഫി ഷോപ്പ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെൻ്റെ ആക്കിയ ഒരു ചായ കുടിച്ചു. അങ്കുവിന് പാസ്ത വേണമെന്ന് പറഞ്ഞ് അവൻ അതും വാങ്ങിച്ചു കൊടുത്തു.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. ഇപ്പോൾ പാസ്പോർട്ടൊക്കെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. വീണ്ടും നമ്മുടെ എയർടെൽ ഓഫീസിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അങ്കുവിന് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഷർട്ടാട്ടോ. അകത്ത് തെർമൽസൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ അങ്ങനെ തണുപ്പ് തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാനും പുതിയ ഡ്രസ്സ് തന്നെ ആയിരുന്നു ഇട്ട് പുറത്ത് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷർട്ട് ടൈപ്പ് ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാനതായിരുന്നു ഇട്ടത്. അപ്പം നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഗുഡ്ഗാവ് സിറ്റിയിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനപരമായ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ചില സമയത്ത് ഭയങ്കര തിരക്കാണ്, ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്കാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും തരിക. ഇന്നത്തെ വീഡിയോയുടെ വെച്ച് എൻ്റെ കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.